ഞാൻ പറഞ്ഞല്ലോ, ആ ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ ഒരു ഹർഫിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹർഫിന് 10 ഹസനാത്ത്, 10 സവാബാണ്, പ്രതിഫലമാണ് നൽകുന്നത്. ചെറിയ സൂറത്തുകൾ ഓതുമ്പോൾ അതിൽ എത്ര ഹർഫുകളാണുള്ളത്, ആ സൂറത്ത് നാം ഓതിയാൽ അതിൻ്റെ ഓരോ ഹർഫിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരിക്കും, തന്നുകൊണ്ടിരിക്കും. അത് നമുക്ക് ഇപ്പോൾ ദുനിയാവിൽ നമുക്കത് കിട്ടുകയില്ല. അത് നാളെ ആഖിറമായ പരലോകത്ത് വെച്ചാണ് അതിൻ്റെ സവാബുകളും പ്രതിഫലങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിനു വേണ്ടി ഇവിടെ നാം എത്ര വിജയിച്ചാലും നമുക്ക് അതൊന്നും ശാശ്വതമല്ല. പരലോകത്ത് ആഖിറത്തിലാണ് നമുക്ക് ശാശ്വതം എന്ന് പറയുന്നത്. സ്വർഗം ശാശ്വതമാണ്. അതിലുള്ള എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഇങ്ങനെയുള്ള നല്ല അമലുകൾ ചെയ്യുന്ന തഖ്വയുള്ള മുഅ്മിനീങ്ങൾക്ക് ആ സ്വർഗം സ്വന്തമാണ്, ഫ്രീയായി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതാണ്. അപ്പം അങ്ങനെ നമുക്ക് സൗജന്യമായി കിട്ടണമെങ്കിൽ നാം അത് ആദ്യം നാം ഒരു വണ്ടി വാങ്ങുമ്പോൾ പൈസ ക്യാഷ് കൊടുക്കുക. അതേപോലെ തന്നെ അല്ലാഹു തആലക്ക് നമ്മൾ നോമ്പ് നോക്കുക, നമ്മളെ നോമ്പ് കൊടുക്കുക, നിസ്കാരം കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുക. എന്നാൽ ആ സ്വർഗം കിട്ടും.